ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SF ക്രിയേറ്റീവ്. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ എനിക്ക് എന്താ പറയേണ്ട അറിയില്ല. കാരണം നല്ല സങ്കടത്തോടെയാണ് ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുന്നത് കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഞാൻ അത്രയിൽ നല്ല പാങ്ങിൽ ചെയ്തിട്ട് ഈ ഒരു ക്ലോക്ക് ലാസ്റ്റ് എത്തിയപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ എടുത്തില്ല എന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഈ നിമിഷത്തിലാണ് ഞാൻ അറിയുന്നത് കേട്ടോ. കാരണം എൻ്റെ ഓർമ്മയിൽ ഞാൻ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് അവർക്ക് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് എൻ്റെ ഓർമ്മയിലുണ്ട്. ബട്ട് അതിൻ്റെ ഫോട്ടോസും കാര്യവും ഒന്നും എൻ്റെ ഫോണിലില്ല. ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ഒരു 2-3 തവണയെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ ഫോട്ടോസും കാര്യം ഒന്നുമില്ല. ആകെ ഉള്ളത് ആ കസ്റ്റമർ അവിടെ ഇതാക്കിയിട്ട് അവർ വാളിൽ ഹാങ് ചെയ്തിട്ട് അവരൊരു ഫീഡ്ബാക്ക് എന്ന നിലയിൽ അയച്ചുന്ന വീഡിയോ മാത്രമാണ്. അതെന്നെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ആ ഒരു സങ്കടത്തോടെ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലോക്ക് പറഞ്ഞാൽ ഞാൻ മുമ്പൊരു ക്ലോക്ക് ചെയ്തിട്ടുണ്ടായിന്. ആ ഒരു ക്ലോക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ഒരു മോഡലിൽ വേറെ കളറിൽ ചെയ്തു തരാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അത് ഞാനപ്പോൾ ഒന്ന് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഒരു ബട്ടർഫ്ലൈ ഒക്കെ വരുന്നതാ ഈ ഒരു ക്ലോക്ക് കേട്ടോ. ഈ മോഡലിൽ അന്ന് ഞാൻ പിങ്ക് കളറിലാണ് ചെയ്തത്. ഇവർക്കൊരു ബ്രൗൺ വൈറ്റ് തീമിലാണ് വേണ്ടത്. അന്ന് പിങ്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തത്. അപ്പോൾ ബ്രൗൺ ആൻഡ് വൈറ്റ് ഒരു കോംബോ എല്ലാം ആണ് ചെയ്യുന്നത്. പ്ലസ് സിൽവറും ചെറുതായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പിഗ്മെൻ്റ് എടുത്തിട്ടുണ്ട്. ബ്രൗൺ കളർ ഡാർക്ക് ബ്രൗൺ ആണ് ഉണ്ടായത്. അപ്പോൾ ഡാർക്ക് ബ്രൗണിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു കാര്യം എന്ന് പറയാനുള്ളത്, പ്രത്യേകിച്ച് അതിൽ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു മോഡൽ ചെയ്താൽ സെയിം എക്സാക്റ്റ് മോഡൽ നമുക്ക് ഇപ്പം ഞാൻ തന്നെ ആയിരിക്കും ആ ക്ലോക്ക് ചെയ്തിട്ടുണ്ടായെങ്കിലും നമുക്ക് പിന്നീട് സെയിം ക്ലോക്ക് വീണ്ടും ചെയ്യാൻ പറഞ്ഞാൽ എന്തെങ്കിലുമായിട്ടൊരു ഡിഫറൻസ് അതിൽ വന്നിട്ടുണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സിൻ്റേത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിച്ച പോലെ അത് നിൽക്കില്ല. നമ്മൾ ഒഴിച്ച ഏകദേശം നിൽക്കും, പക്ഷേ ഒഴിച്ച പോലെ അത് നിൽക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നമുക്ക് എക്സാക്റ്റ് സെയിം മോഡൽ കിട്ടാത്തത്. പിന്നെ എനിക്ക് പേഴ്സണലി ഈ ഒരു എപ്പോക്കിൻ്റെ പിഗ്മെൻ്റാണ് കേട്ടോ ഇഷ്ടം. ഞാൻ എല്ലാം ഇങ്ങനത്തെ പിഗ്മെൻറ്റും അല്ലെങ്കിൽ പൗഡറാണ് യൂസ് ചെയ്യൽ. ബട്ട് നോർമലി ഇല്ല ഇങ്ക് ഐറ്റംസ് ഞാൻ യൂസ് ചെയ്യില്ല. കാരണം എന്തോ എനിക്ക് അതിനേക്കാൾ കൂടുതൽ കംഫർട്ട് ചെയ്തായിരുന്നു കേട്ടോ. എക്സാക്റ്റ് ബ്രൗൺ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചതാണ്. ഇത് ഞാൻ മുമ്പ് ഒരു ബ്രൗണിൽ ക്ലോക്ക് ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ബ്രൗൺ കളർ കാണുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ MDF ബോർഡിൽ ബേസ് അടിച്ചു കൊടുത്തിട്ടുണ്ട് വൈറ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്ലോക്ക് ചെയ്യുമ്പോൾ വൈറ്റ് ഉണ്ടെങ്കിൽ, അതായത് എന്ത് കളർ കോമ്പിനേഷൻ ആയിക്കോട്ടെ, അപ്പോൾ വൈറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും മെയിനായിട്ട് വൈറ്റ് തന്നെ ബേസ് അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. വൈറ്റ് ഇല്ലെങ്കിൽ മാത്രം അതത് കളറ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വൈറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും വൈറ്റ് തന്നെ ചെയ്ത് കൊടുക്കണം ബേസ്. പിന്നെ നമ്മളെപ്പോഴും സേഫിനായിട്ട് മാസ്കിംഗ് ടാപ്പ് ബാക്കിലും അതുപോലെ ഹോൾസിലും വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആദ്യം എനിക്ക് വേണ്ട ഡിസൈനിൽ, അതായത് അവർ അയച്ചെന്ന മോഡലിൽ അവിടെ മാത്രം കുറച്ച് പോർഷനിൽ വൈറ്റും അത് ബാക്കി പോർഷനിൽ ബ്രൗണും കൂടിയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം വൈറ്റിൻ്റെ അടുക്ക ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റിൻ്റെ അടുക്ക പിഗ്മെൻ്റ് ആക്കിയിട്ട് ജസ്റ്റ് എല്ലായിടത്തും ഒരുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യമേ നമ്മൾ ഒരുപാട് ഡ്രസ്സിന് വാരിക്കോരി ഒഴിക്കരുത്. കുറച്ചായി ഒഴിച്ചിട്ട് വേണമെന്നെങ്കിൽ മാത്രം കുറച്ചുകൂടി ഒഴിച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ഡ്രസ്സിന് അങ്ങനെ ഒഴിച്ചാൽ അത് ഫുള്ള് ലീക്കായിട്ട് താഴേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, അങ്ങനെ ഒരുപാട് ഓവറായിട്ട് ഒഴിച്ചാൽ നമുക്ക് വേണ്ട ആ ഒരു ഡിസൈന് തന്നെ മാറിപ്പോവും. വല്ലാണ്ട് എല്ലാം കൂടി മൊത്തത്തിൽ ഒന്നായി മിക്സ് ആക്കിയിട്ട്, ഇപ്പോൾ നമ്മളെ ജ്യൂസൊക്കെ എങ്ങനെയാണ് ഉണ്ടല്ലോ അതുപോലെയാണ് ഈ ഒരു റസിൻ്റെ എന്താ പറയണ്ടേ പരിപാടി വരുന്നത്. കാരണം അത് നമ്മൾ പിടിച്ചാൽ കിട്ടൂലല്ലോ. അപ്പോൾ ലിക്വിഡ് ടൈപ്പ് ഐറ്റംസൊക്കെ നമ്മൾ പിടിച്ചാൽ കിട്ടൂല. അപ്പോൾ നമ്മളെന്താക്കണം, ഇങ്ങനെ മെല്ലെ അതിൻ്റെ നേക്കിലേക്ക് നമ്മളെ രീതിയിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുവരണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് വിചാരിച്ച രീതിയിൽ ആ ഡിസൈനും കാര്യങ്ങളൊക്കെ റെസിന് കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റൂ. പിന്നെ മെയിൻ വേണ്ടത് ഇനി ക്ഷമയാണ്. നല്ല ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പരിപാടി സക്സസ്ഫുള്ളി വിജയിക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ക്ഷമ ഉണ്ടെങ്കിൽ ഇത് നല്ല എളുപ്പത്തിൽ നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാം. കുറേ ആൾക്കാർ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കുറേ ആൾക്കാർ ഡൗട്ട് ചോദിക്കലുണ്ട്. അവരതുപോലെ തന്നെ ചെയ്തിട്ട് അവർ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കീപ് ഗോയിങ്. അതായത് എൻ്റെ വീഡിയോ കണ്ടിട്ട് അവരിങ്ങനെ ചെയ്യുന്നു പറയുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതും കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഞാൻ അവർ വന്ന ഡൗട്ടുകളും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരും.
പിന്നെ ഈ ഒരു ക്ലോക്കിൽ നമ്മൾ എക്സ്ട്രാ ആ ഒരു സിൽവർ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഡാർക്ക് സിൽവറാണ് കേട്ടോ, ഇതുപോലെ ജസ്റ്റ് ലൈൻ അപ്പ് ആക്കിയിട്ടൊന്ന് വെച്ചു ജസ്റ്റ് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഓർഡർ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഒരാഴ്ച മുമ്പ് അങ്ങനെയെങ്കിലും മാക്സിമം നമുക്ക് ടൈം തരണം. പെട്ടെന്നുള്ളത് തരുമ്പം അധികം നമ്മൾ നോ പറയും. കാരണം നമുക്കത് പെട്ടെന്ന് എന്തായാലും ചെയ്ത് തീർക്കാൻ പറ്റില്ല. കാരണം കുറച്ച് ഇത് ചെയ്യാൻ തന്നെ എന്തായാലും 3 days കിട്ടും. പിന്നെ ഒരു ഡെലിവറി ടൈം 2 days 3 days എടുക്കും. അപ്പോൾ ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നല്ല രീതിക്ക് നമുക്ക് ചെയ്തു തരാൻ പറ്റും. പെട്ടെന്നുള്ള ഓർഡറൊക്കെ ഹറിബറി ആകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ അതിൽ നമ്മൾ കുറച്ച് സ്റ്റോൺ വർക്കും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ സ്റ്റോൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആഫ്റ്റർ 7 hours ശേഷമാണ്. നമ്മൾ ആ ഡിസൈനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു 7 മണിക്കൂറിൻ്റെ ശേഷമാണ് ഞാൻ ഈ ഒരു സ്റ്റോണ് ഇതുപോലെ നമ്മൾ ഡിസൈനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ട രീതിക്ക്. പിന്നെ അതിന് ശേഷം നമ്മൾ ഗോൾഡൻ മെറ്റാലിക്ക് ഇതുപോലെ ഒന്ന് ലൈനാക്കിയിട്ട് സ്റ്റിക്കില്ലേ നമ്മുടെ ആ ടൂത്ത് പിക്ക് അത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ നേരിയ സ്റ്റിക്ക് വെച്ചിട്ട് എന്താക്കുക, ഇങ്ങനെ ഗോൾഡൻ മെറ്റാലിക്ക് ഇതുപോലെ ബോർഡറിൽ ഇങ്ങനെ ലൈനാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് എവിടെയൊക്കെ ഈ ഒരു ഡിസൈൻ വേണമെന്നുണ്ടോ അവിടെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഗോൾഡൻ മെറ്റാലിക് ഫിനിഷിങ് ചെയ്യുന്നത് നല്ല ഇഷ്ടമാണ്. കാരണം അതൊരു വേറെ തന്നെ ഒരു എന്താ പറയണ്ട ഒരു ഗ്ലോ ലുക്ക് നമ്മളെ ക്ലോക്കിനായിക്കോട്ടെ നമ്മളെ വർക്കിനൊക്കെ അത് തരും കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ആ ഒരു ഫിനിഷിങ്, ആ ഒരു ഗോൾഡൻ ലൈനിങ്ങിൻ്റെ ഇത് വേറെ തന്നെ ഒരു അട്രാക്ഷനാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു വൈറ്റ് ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോൺ വെച്ചില്ലേ, അതിൽ തന്നെ നമ്മൾ കുറച്ച് മിനിയേച്ചറായിട്ടുള്ള ഗോൾഡൻ സ്റ്റോൺസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഗോൾഡൻ കളർ സ്റ്റോണ്. പിന്നെ ഇതിന് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ ഇതിൽ ബട്ടർഫ്ലൈയും കൂടി വെച്ച് കൊടുക്കാറുണ്ട്. അതിന് മുന്നേ നമ്മൾ റെസിൻ ബബിൾ റിമൂവിങ് സ്പ്രേയും കൂടി യൂസ് ചെയ്യണം. അപ്പോൾ അതും കൂടി വെച്ചിട്ട്, കാരണം ഇത് ക്രിസ്റ്റൽ ആ സ്റ്റോൺ ഇട്ടതിൻ്റെ ശേഷം എങ്ങാനും ഒരു ബബിൾസ് വന്നെങ്കിലോ എന്ന് ഒരു എക്സ്ട്രാ കെയറിന് വേണ്ടിയിട്ട് ബബിൾ റിമൂവിങ് സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ട് 24 hours ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ ബാക്കി ഫൈനൽ ഇതും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഡിജിറ്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഡിജിറ്റ്സാണ് വേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 12, 3, 6, 9 മാത്രം അതായത് കറക്റ്റ് അക്കങ്ങൾ വെച്ചിട്ട് ബാക്കിയൊക്കെ ഇതുപോലെ ലൈൻസ് വെച്ചിട്ട് മതി എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മോഡൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ മാർക്കർ, അതായത് നമ്മളെ ക്ലോക്ക് മാർക്കർ യൂസ് ചെയ്തിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് ഈ ഡിജിറ്റ്സൊക്കെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിക്കർ ഉണ്ടോ ഗോൾഡൻ സ്റ്റിക്കർ, അതിപ്പോൾ പറിച്ചു കൊടുക്കരുത്. അപ്പോൾ അത് പറിക്കാതെ നമ്മൾ സെക്കൻഡ് കോട്ടിങ് വയ്ക്കാൻ പോവുകയാണ്. സെക്കൻഡ് കോട്ടിങ് ക്ലിയർ ക്രിസ്റ്റലായിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഒരു കളറും ആഡ് ചെയ്യുന്നില്ല, ഒരു കളറും ആഡ് ചെയ്യാണ്ട് അതിൻ്റെ ആ ഒരു ഡിജിറ്റ്സിൻ്റെ മേലെ ആവാതെ, അതുപോലെ തന്നെ ആ സ്റ്റോണിൻ്റെയും മേലെ ആവാതെ നമ്മൾ ജസ്റ്റ് ബാക്കി ഉള്ളിടത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കുകയാണ്. കാരണം നമുക്ക് ആ ഒരു ഡിജിറ്റ്സിൻ്റെ മേലെ ആവരുത്. ഇൻ കേസ് നിങ്ങൾക്ക് അതിൻ്റെ മേലെ ആയി അതിൻ്റെ അകത്താണ് വേണമെന്നെങ്കിൽ എന്താക്കുക, നമുക്ക് ആദ്യം തന്നെ ആ ഒരു സ്റ്റിക്കറില്ലേ ഞാൻ കാണിച്ചു തന്ന ആ ഒരു ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ റിമൂവ് ചെയ്തതിൻ്റെ ശേഷം വേണം നമ്മൾ അതിൻ്റെ മേലെ റെസിൻ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ റെസിൻ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റിക്ക് വെച്ച് നമ്മൾ എല്ലായിടത്തും ആക്കുന്നില്ലേ, അപ്പോൾ അത് പ്രത്യേകം കെയർ ചെയ്യണം. ഇല്ലയെന്ന് വെച്ചാൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വീകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ മെല്ലെ മെല്ലെ സ്ലോലി, അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പരിപാടിക്ക് നമുക്ക് ക്ഷമ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് മെല്ലെ മെല്ലെ സെറ്റ് ചെയ്തിട്ട് മെല്ലെ മെല്ലെ ആക്കണം, റെഡിയാക്കി എടുക്കേണ്ടത്. പിന്നെ എൻ്റെ പേഴ്സണൽ ചോയ്സാണ് വജ്ര എപ്പോക്സിയുടെ റെസിൻ എന്നുള്ളത്. അതെനിക്ക് കംഫർട്ട് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത്. അല്ലാണ്ട് അവരെനിക്ക് പരസ്യത്തിന് പൈസ തരുകയോ അല്ലാതെ പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നും അല്ല ഞാൻ ചെയ്തത്. ബിക്കോസ് എനിക്കവിടെ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ ആ ബോട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ 4ാമത്തെ ബോട്ടിലും യൂസ് ചെയ്ത് കഴിയാറായി. കാരണം എനിക്ക് അത്രയും അത് കംഫർട്ടാണ് അവരുടെ റെസിന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും, എന്നോട് ആര് ചോദിക്കുന്നതാണെങ്കിൽ ഞാൻ അവരെ എപ്പോക്സി റെസിൻ തന്നെയാണ് സജസ്റ്റ് ചെയ്യാറ്. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും, പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓരോ മെറ്റീരിയൽ എവിടുന്നാണ് വാങ്ങുക, പിന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോസിൽ പോസ്റ്റ് ചെയ്ത് അതിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഈ ഒരു ബട്ടർഫ്ലൈ ഞാൻ വെച്ച് കൊടുക്കുന്നത് ഈ സെക്കൻഡ് കോട്ടിങ്ങിന് ശേഷം ഒരു ഏകദേശം
6 മണിക്കൂറിൻ്റെ ശേഷമാണ് ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈനെ വെച്ച് കൊടുക്കുന്നത്. ഒരു 2-3 ബട്ടർഫ്ലൈ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഫുള്ളായിട്ട് എല്ലാ കോട്ടിങ്ങും സെറ്റായി ഡ്രൈ ആയി ഉണങ്ങിയതിൻ്റെ ശേഷം 24 hours കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്റ്റിക്കർ, അതായത് ആ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഡിജിറ്റ്സിൻ്റെ യഥാർത്ഥ ഗ്ലോ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഫൈനലി നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ട് വേണം ഇത് റിമൂവ് ചെയ്ത് കൊടുക്കാൻ. അതിന് മുമ്പേ റിമൂവ് ചെയ്താലും നമ്മളെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ ബാക്കി സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ഫൈനലായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ റിമൂവ് ചെയ്യാണ്ട് ഫൈനലായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഗ്ലോ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മളിത് എന്താക്കുന്നത്, ഈ ഒരു ഫൈനൽ മൊമെൻറ്റിൽ റിമൂവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗോൾഡൻ കളർ മാത്രമല്ല, നമുക്ക് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഓക്കെ ഈ വീഡിയോയിൽ പറയുന്നില്ല, കാരണം ഓൾമോസ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഫൈനലി എല്ലാ കോട്ടിങ്ങും കഴിഞ്ഞിട്ടാണ് ആ മിഡിലുള്ള ആ മാസ്കിംഗ് ടാപ്പും എല്ലാം റിമൂവ് ചെയ്ത് കൊടുത്തിട്ട്, പിന്നെ ബാക്ക് സൈഡിലുള്ള മാസ്കിംഗ് ടാപ്പും ഇതുപോലെ റിമൂവ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബാക്കിൽ ഒലിച്ചിറങ്ങിയ സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നമ്മളെ ബോഡിയിൽ ഡയറക്റ്റ് ആവാതിരിക്കാൻ വേണ്ടി എങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് വലിയ ക്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിതാ ഈ ഒരു ടൈപ്പിലാണ് ചെയ്യുന്നത്. ഇതാ ഈ ഒരു ടൈപ്പിലുള്ള മെഷീനിൽ ആഡാക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹോൾസ് ഉണ്ടോ അത് വെച്ച് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ മെഷീൻ എപ്പോഴും ഞാൻ പറയുന്ന പോലെ 22 mm അല്ലെങ്കിൽ അതിൻ്റെ മേലെയുള്ള തന്നെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം 18 mm ഒക്കെ ആകുമ്പം നമുക്കിതുപോലെ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും വലിയ സൈസുള്ള 22 mm ഉള്ള തന്നെ മെഷീൻ വാങ്ങാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വലിയ ക്ലോക്കിൽ എപ്പോഴും നമ്മൾ ഈ ഒരു ടൈപ്പ് മെഷീനാന്ന് വെച്ച് കൊടുക്കാൽ, പ്ലസ് അതിൻ്റെ കൂടെ ഹാങ്ങിങ്സും കൂടി ഉണ്ട് കേട്ടോ. കുറേ ആൾക്കുള്ള ഡൗട്ടാണ് ഇത് നമുക്ക് എങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഹാങ് എന്തായാലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ എന്തായാലും പേടിക്കണ്ട. പിന്നെ ഡെലിവറി ചെയ്യുമ്പം പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു നീഡിലിടുന്ന പാർട്ട് ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ, ഞാനിത് കൊറിയർ ചെയ്യുമ്പം ഈ ഒരു ക്ലോക്ക് വന്നിട്ട് നമ്മൾ ഉത്തർപ്രദേശിലേക്ക് കൊടുത്തൊരു ക്ലോക്കാണ്. അപ്പോൾ അത്ര ദൂരം ഡെലിവറി ചെയ്യുമ്പം നമുക്ക് ആ നീഡിലിന് ഡാമേജ് സംഭവിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഡെലിവറി അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നീഡിൽ നമ്മൾ ഊരി വെച്ചിട്ടാണ് കൊടുക്കാറ്. എന്നിട്ട് നമ്മൾ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ വീഡിയോക്ക് അനുസരിച്ച് നീഡിൽ നിങ്ങൾ വെച്ചെടുത്താൽ മതി. നീഡിലിടാൻ ഇങ്ങനെ വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ നീഡിൽ എപ്പോഴും ഊരിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഫൈനലായിട്ട് ബോർഡറിൽ ഗോൾഡൻ മെറ്റാലിക്കും കൂടി മാർക്കർ കൊണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, എപ്പോഴത്തെയും പോലെ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഇല്ല. അതാണ് എനിക്ക് ഭയങ്കര സങ്കടം. കാരണം ഇത് അത്രയും ഭംഗിയിൽ ചെയ്തൊരു ക്ലോക്കായിരുന്നു. ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഇല്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴും എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം നല്ല ബട്ടർഫ്ലൈ ഒക്കെ ആയിട്ട് വന്നിട്ട് നല്ലൊരു ക്ലോക്കായിരുന്നു. അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് മിസ് ചെയ്താൽ എന്നെപ്പോലെ ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അവർക്ക് മാത്രമേ എൻ്റെ ടെൻഷൻ മനസ്സിലാവൂ. ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഇതാ ഈ ഒരു കുറച്ച് ക്ലിപ്സ് മാത്രമേ ഉള്ളൂ. ഇത് തന്നെ ആ കസ്റ്റമർ എനിക്ക് വേണ്ടിയിട്ട് എടുത്തയച്ചെന്നാണ്. ഉത്തർപ്രദേശിലെ നമ്മളെ പ്രിയപ്പെട്ട കസ്റ്റമർ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വിഷമം പറഞ്ഞപ്പോൾ അവരൊക്കെ അയച്ചെന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നല്ല കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം കമൻറ്റും കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.